നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് തയ്യാറാക്കാം. അപ്പൊ ഞാനിന്ന് ഇത് നൂലപ്പത്തിന്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. നല്ല തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ പശുവും പാലിലോ കുറച്ച് മധുരവും അതുപോലെ ഒരല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്ക് നൂലപ്പത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട റോസ്റ്റും നൂലപ്പം കൂടി കഴിച്ചു നോക്കൂ. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ സവോള വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എരിവുള്ളത് ഞാനിത് ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം. ഒരു 5 അല്ലി വലിയ വെളുത്തുള്ളി ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം. തക്കാളിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ കറുവാപ്പട്ട, സിന്നമൻ, ചുരുൾപ്പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു 3-4 ചെറിയ പീസസ്, 5 കറയാമ്പൂ, ഒരു ബേ ലീഫ്, 1-2 ചെറുതാണെങ്കിൽ 2 എടുക്കാം, 3 ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വോൾ സ്പൈസസ് അതിട്ട് കൊടുത്തു. ഞാനിവിടെ ഒരു 4 മുട്ടയുടെ കണക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വേപ്പില, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവോള നല്ലതുപോലെ ഇനി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതായത് പഞ്ചസാര. ഞാനിവിടെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്തുകൊണ്ട് നമ്മുടെ കറി ഭയങ്കര മധുരമാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത്. നമ്മളിതിൽ ഓൾറെഡി ഓൾ സ്പൈസസ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സവോള കണ്ടു, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ ഇങ്ങനെ ആയിട്ട് വരുമ്പോ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരാം. ഗ്രേവി ഇവിടെ നല്ലതുപോലെ കുഴഞ്ഞ് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത്രയും സവോള എടുത്തിട്ടും ഇത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി കേട്ടോ. അപ്പൊ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ സവോളയുടെ എണ്ണം കൂട്ടണം. ഇനി ഇതിലേക്ക് ഞാനിതാ ഇവിടെ ഓൾറെഡി മുട്ട വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഈ ഒരു മുട്ടയുടെ മുകളിലൊക്കെ മസാലയാക്കിയിട്ടൊന്ന് കൊത്തിവെക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.